ഹലോ ഗായ്സ്, അപ്പോൾ വീട്ടിലെങ്ങനെ മുട്ട മസാല ഉണ്ടാക്കണം നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3-4 മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മുട്ട റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. കരിവേപ്പിൻ്റെ ഇടുന്ന സമയത്ത് മേലിലേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഈ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ മസാലപ്പൊടി ഇടുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മസാലപ്പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് ഇത്തിരി ഗരം മസാലയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ മസാലപ്പൊടീൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയ്ക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുട്ടയിലെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാടമുട്ട വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബീച്ചിലൊക്കെ കിട്ടുന്ന സെയിം കാടമുട്ട രുചി തന്നെയാണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി മുട്ട മസാല കഴിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് തയ്യാറാക്കിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കോഴിമുട്ട വെച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അധികം വീട്ടിലെ കോഴിമുട്ടയിൽ അധികം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കോഴിമുട്ട വെച്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാടമുട്ട വെച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ബീച്ചിൽ കിട്ടുന്ന ഒരു കാടമുട്ട മസാലൻ്റെ സെയിം രുചി തന്നെയാണ് ഇതിനും ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.